Hello, welcome to Red Short Talks. നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കുന്നത് ജൂലൈ 10 2025 നിഫ്റ്റി ട്രേഡിംഗ് സാധ്യതകളാണ്. കയ്യിലുള്ളത് ഒരു 15 മിനിറ്റ് ചാർട്ടും പിന്നെ NSE ലൈവ് ഡാറ്റയും ഇതൊക്കെ വെച്ചിട്ട് ചില പ്രധാന ലെവലുകൾ എൻട്രി, ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ് ഒക്കെ ഒന്ന് നോക്കാം അല്ലേ? അതെ, തീർച്ചയായും. ഈ ഡാറ്റ വെച്ച് നമുക്ക് പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ലോങ് ട്രേഡ്. എൻട്രി പറഞ്ഞിരിക്കുന്നത് 25,550 മുകളിലാണല്ലോ. എന്താ അതിൻ്റെ ഒരു പ്രാധാന്യം? ഈ 25,550 എന്ന് പറയുന്നത് അത് ശരിക്കും കഴിഞ്ഞ കുറച്ച് സെഷനുകളുടെ ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. അതായത് വില അവിടെ തട്ടി താഴോട്ട് വരാൻ സാധ്യതയുള്ളവരിടം. അപ്പോൾ ആ 15 മിനിറ്റ് ചാർട്ടിൽ നോക്കിയാൽ ഇത് വ്യക്തമായി കാണാം. ഇതിന്റെ മുകളിൽ സ്ഥിരമായി നിന്നാൽ കൂടുതൽ ആളുകൾ വാങ്ങാൻ സാധ്യതയുണ്ട്, മാർക്കറ്റ് കയറിപ്പോകാം. ശരി. പിന്നെ NSE ലൈവ് ഡാറ്റയും കൂടി ഒരു ബ്രേക്കൗട്ട് സിഗ്നൽ തന്നാൽ അത് കുറച്ചുകൂടി ഒരു ഉറപ്പ് നൽകും. ഓക്കെ, അപ്പോൾ ഈ ഒരു തടസ്സം റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ടാർഗറ്റുകൾ രണ്ടെണ്ണം കാണിച്ചിട്ടുണ്ട്. 25,607 പിന്നെ 25,666. ഈ നമ്പറുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത? ഉണ്ട്. ഈ 25,607, 25,666 ലെവലുകളെന്ന് പറയുന്നത് ഒരുപക്ഷെ മുൻപത്തെ ചെറിയ റെസിസ്റ്റൻസ് പോയിന്റുകളാകാം, അല്ലെങ്കിൽ ഈ ഫിബനാച്ചി പോലത്തെ ടെക്നിക്കൽ ടൂൾസ് ഇല്ലേ, ഉണ്ട്. അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രൊജക്ഷൻസ് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യത്തെ ടാർഗറ്റ് എത്തുമ്പോൾ ഒരു ഭാഗികമായിട്ട് ലാഭം എടുക്കുന്നതൊക്കെ നല്ലതാണ്. മനസ്സിലായി. ഇനിയിപ്പോ വിചാരിച്ച പോലെ നടന്നില്ല, മാർക്കറ്റ് താഴോട്ട് വന്നു. അപ്പോ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറയുന്നത് 25,500-ലാണ്. എന്താണ് അതിന്റെ ലോജിക്? നമ്മൾ ലോങ് പോകുന്നത് 25,550 ബ്രേക്ക് ചെയ്യും എന്നൊരു പ്രതീക്ഷയിലാണല്ലോ. എന്നാൽ മാർക്കറ്റ് ആ ലെവല് ബ്രേക്ക് ചെയ്യാതെ തിരിച്ച് 25,500-ന് താഴോട്ട് പോയാൽ അതിന്റെ അർത്ഥം ആ ബ്രേക്കൗട്ട് ശ്രമം ഒരു പരാജയമായി എന്ന് കണക്കാക്കാം. അപ്പോൾ പിന്നെ കൂടുതൽ നഷ്ടം സഹിക്കാതെ ഇറങ്ങുന്നതാണ് നല്ലത്. അതാണ് ആ സ്റ്റോപ്പ് ലോസ്. വളരെ ക്ലിയറായി. ഇനി മറ്റേ സാധ്യത നോക്കാം. മാർക്കറ്റ് താഴോട്ട് പോകുന്നത്, അതായത് ഷോർട്ട് ട്രേഡ്. എൻട്രി പറയുന്നത് 25,417-ന് താഴെ പോകുമ്പോൾ. ഈ ലെവലിന്റെ കാര്യമോ? ഈ 25,417 എന്നത് അതൊരു ഹ്രസ്വകാല സപ്പോർട്ട് ലെവലാണ്. അതായത് മുമ്പ് വില താഴേക്ക് വരുന്നത് തടഞ്ഞു നിർത്തിയിരുന്ന ഒരു ഏരിയ. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയാൽ സ്വാഭാവികമായും കൂടുതൽ വിൽപ്പന വരാനും വില ഇനിയും താഴോട്ട് പോകാനും സാധ്യതയുണ്ട് എന്നാണ് ടെക്നിക്കൽ അനാലിസിസ് പറയുന്നത്. 15 മിനിറ്റ് ചാർട്ടിൽ ഈ ലെവലിന് താഴെ ഒരു ക്ലോസിംഗ് കിട്ടുന്നത് പ്രധാനമാണ്. ശരിയാണ്. അപ്പോൾ ഈ സപ്പോർട്ട് ബ്രേക്ക് ആയാൽ ടാർഗറ്റുകൾ 25,359 പിന്നെ 25,293. പക്ഷേ സ്റ്റോപ്പ് ലോസ് 25,470. ഇത് എൻട്രി ലെവലിന്റെ തൊട്ടടുത്താണല്ലോ. അതെ, അത് നല്ലൊരു ചോദ്യമാണ്. കാരണം നമ്മൾ ഷോർട്ട് എടുക്കുന്നത് 25,417 എന്ന സപ്പോർട്ട് തകരുമ്പോഴാണ്. ഇനി മാർക്കറ്റ് അതിന് താഴെ പോയി, പക്ഷെ പെട്ടെന്ന് തിരിച്ചു കയറി 25,470-ന് മുകളിലെത്തിയാൽ ആ ബ്രേക്ക് ഡൗൺ ഒരു ഫാൾസ് സിഗ്നൽ അഥവാ തെറ്റായ സൂചന ആകാനാണ് സാധ്യത. ഓഹോ. അപ്പൊ പിന്നെ ആ ഷോർട്ട് ട്രേഡിൽ നിൽക്കുന്നതിൽ വലിയ കാര്യമില്ല. അതുകൊണ്ടാണ് കുറച്ചുകൂടി അടുത്തൊരു സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്, റിസ്ക് കുറയ്ക്കാൻ. അത് ശരിയാണ്. അപ്പോ ഈ പറഞ്ഞ ലെവലുകളൊക്കെ ടെക്നിക്കൽ അനാലിസിസും ലൈവ് ഡേറ്റയും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ കണ്ടത്. ഇത് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതെ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്നാമതായിട്ട് ഈ ലെവലുകളെന്ന് പറയുന്നത് വെറും സൂചകങ്ങളാണ്. ഇതൊരു ഉറപ്പല്ല. വിപണി എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും വാർത്ത വരും, അല്ലെങ്കിൽ മറ്റ് ഘടകങ്ങൾ വരും, അതൊക്കെ ഇതിനെ ബാധിക്കാം. ശരിയാണ്. രണ്ടാമതായി ഇത് പഠനാവശ്യത്തിനുള്ളതാണ്. ഏതൊരു ട്രേഡ് എടുക്കുന്നതിന് മുമ്പും സ്വന്തം റിസ്ക് എത്രത്തോളം എടുക്കാമെന്ന് നോക്കണം. കൃത്യമായിട്ട് റിസ്ക് മാനേജ് ചെയ്യണം. കാരണം ഈ ലെവലുകൾ കൃത്യമായി ഫോളോ ചെയ്തായിട്ട് പോലും നഷ്ടം വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഓർക്കേണ്ട കാര്യം തന്നെ. അപ്പോൾ ജൂലൈ 10 നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന ലെവലുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ലോങ് ട്രേഡിന് 25,550-ന് മുകളിൽ എൻട്രി, ടാർഗറ്റുകൾ 25,607 പിന്നെ 25,666, സ്റ്റോപ്പ് ലോസ് 25,500. ഷോർട്ട് ട്രേഡിനാണെങ്കിൽ 25,417-ന് താഴെ എൻട്രി, ടാർഗറ്റുകൾ 25,359-ഉം 25,293-ഉം, സ്റ്റോപ്പ് ലോസ് 25,470. അതെ, ഇത് നമ്മൾക്ക് കിട്ടിയ ഡേറ്റ വെച്ചുള്ള ഒരു വിശകലനം. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഇതൊരു സാമ്പത്തിക ഉപദേശമല്ല. പഠിക്കാനും
കാര്യങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി മാത്രമുള്ളതാണ്. മാർക്കറ്റ് എപ്പോഴും പ്രെഡിക്റ്റബിൾ ആകണമെന്നില്ല. നിങ്ങൾ സ്വന്തമായിട്ട് ചില ലെവലുകൾ കണ്ടെത്തിയിട്ടുണ്ടാവാം. അതുമായി ഇതിന് എത്രത്തോളം സാമ്യമുണ്ട്, അല്ലെങ്കിൽ എവിടെയാണ് വ്യത്യാസങ്ങൾ, ഇതൊക്കെ ഒന്ന് താരതമ്യം ചെയ്യുന്നത് നിങ്ങളുടെ ട്രേഡിംഗ് പഠനത്തിന് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം.